ഭാരതം എൻ്റെ നാടാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഭാരതീയരുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹത്തിൻ്റെ വിത്തുകൾ പാകിയ, ഭാരതത്തിലെ ഓരോ വിദ്യാലയങ്ങളിലും പ്രഭാത അസംബ്ലികളിൽ മുഴങ്ങിക്കേൾക്കുന്ന വിശ്വപ്രസിദ്ധമായ ദേശീയ പ്രതിജ്ഞയുടെ സൃഷ്ടാവാണ് പൈതിമാരി വെങ്കട സുബ്ബറാവു. 1916 ജൂൺ 10 ഇന്നത്തെ തെലങ്കാനയിലെ നൽഗൊണ്ട ജില്ലയിലുള്ള അന്നേപാർത്തി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്വപ്രയത്നം കൊണ്ട് ബഹുഭാഷാ പണ്ഡിതനായി ഉയർന്നു വന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തെലുങ്ക്, സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക് തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. 1962 ഭാരതവും ചൈനയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ പ്രതിജ്ഞയുടെ ജനനം. ജനങ്ങളിലും പ്രത്യേകിച്ച് കുട്ടികളിലും ഐക്യബോധവും ദേശീയ സ്നേഹവും വളർത്തണമെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം തെലുങ്കു ഭാഷയിലാണ് ഇത് ആദ്യമായി രചിച്ചത്. അക്കാലത്ത് അദ്ദേഹം ഹൈദരാബാദിൽ ട്രഷറി ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു. തൻ്റെ സുഹൃത്തും പ്രശസ്ത കവിയുമായ തെന്നേറ്റി വിശ്വനാഥൻ അദ്ദേഹം ഈ വരികൾ കാണിച്ചു കൊടുത്തു. വിശ്വനാഥ് ഇത് അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MC ചഗ്ലയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ചഗ്ലയ്ക്ക് ഈ വരികൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും 1964 ബാംഗ്ലൂരിൽ നടന്ന കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി യോഗത്തിൽ ഇത് ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ പ്രതിജ്ഞയായി അംഗീകരിക്കുകയും ചെയ്തു. 1965 ജനുവരി 26 മുതൽ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഈ പ്രതിജ്ഞ ചൊല്ലണമെന്നും പാഠപുസ്തകങ്ങളുടെ മുൻപേജിൽ ഇത് അച്ചടിക്കണമെന്നും സർക്കാർ ഉത്തരവിട്ടു. എന്നാൽ നിർഭാഗ്യവശാൽ പതിറ്റാണ്ടുകളോളം ഇതിന്റെ യഥാർത്ഥ രചയിതാവ് ആരാണെന്ന് രാജ്യം അറിഞ്ഞതേയില്ല. തന്റെ വരികൾ രാജ്യം മുഴുവൻ ഏറ്റുചൊല്ലുന്നത് കേട്ട് അദ്ദേഹം സന്തോഷിച്ചിരുന്നു എങ്കിലും അതിന്റെ ക്രെഡിറ്റിനായി അദ്ദേഹം ഒരിക്കലും വാദിച്ചില്ല. 1988 അദ്ദേഹം അന്തരിച്ചു. പിന്നീട് വർഷങ്ങൾക്കു ശേഷമാണ് തെലങ്കാന സർക്കാർ നടത്തിയ അന്വേഷണങ്ങളിലൂടെയും മറ്റും പൈതിമാരി വെങ്കട സുബ്ബറാവുവാണ് ഈ വരികളുടെ ശില്പി എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. ലളിതവും എന്നാൽ അർത്ഥവത്തുമായ വാക്കുകളിലൂടെ കോടിക്കണക്കിന് ഭാരതീയരെ ഒരുമിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ TV.